തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകളിൽ ഗുണനിലവാരമില്ലാത്ത ക്യാമറകൾ സ്ഥാപിച്ചതിന് പിന്നിൽ അഴിമതിയെന്ന് ബി.ജെ.പി. കോർപ്പറേഷൻ അധികൃതർക്കടക്കം കമ്മീഷൻ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഗുണനിലവാരമില്ലാത്ത ക്യാമറകളാണ് സ്ഥാപിച്ചതെന്ന് നേരത്തെ പോലീസും റിപ്പോർട്ട് നൽകിയിരുന്നു. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, ഈ സ്മാർട്ട് റോഡുകളുടെ നിർമ്മാണം തന്നെ ഒച്ചിഴയുന്ന വേഗത്തിലായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. വർഷങ്ങളെടുത്തു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉയർന്നിരിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഈ സ്മാർട്ട് റോഡുകളിൽ നിർമ്മിച്ചിരിക്കുന്ന ക്യാമറകൾ സ്ഥാപിച്ചതിനു പിന്നിലും വലിയ അഴിമതിയുണ്ട്. വലിയ രീതിയിൽ കോർപ്പറേഷൻ അധികൃതർക്കടക്കം കമ്മീഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ കൂടി ഉയരുന്നുണ്ടല്ലോ. എന്താണ് ഇതിന്റെ ഒരു വസ്തുത? രോഹിണി സൂചിപ്പിച്ചതുപോലെയാണ് തിരുവനന്തപുരം നഗരത്തെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്രം നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ്. കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളെയെല്ലാം ചേർത്തുകൊണ്ടൊരു സ്മാർട്ട് സിറ്റി പദ്ധതി ആവിഷ്കരിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തെയും ആ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ നവീകരിക്കുന്നൊരു പദ്ധതിയിലേക്ക് കടന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ റോഡുകളുടെ നിർമ്മാണം തന്നെ വലിയ കാലതാമസം എടുക്കുകയും ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും സംസ്ഥാന സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും ഒക്കെ തന്നെ പിടിവാശിയിൽ അതുണ്ടായിരുന്നു. 85 കോടി രൂപയോളം മുടക്കിയാണ് തിരുവനന്തപുരത്ത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ക്യാമറ സംവിധാനങ്ങളൊക്കെ തന്നെ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി നടപ്പിലാക്കിയത്. എന്നാൽ ആ ക്യാമറകളൊന്നും തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന് വലിയ ആരോപണമാണ് ഉയർന്നു വന്നത്. കാരണം ഇടയ്ക്ക് ഉണ്ടായ എല്ലാ സംഭവങ്ങളിലുമൊക്കെ തന്നെ ആൾക്കാർ ചോദിച്ചതാണ്, ഇത്രയും നഗരത്തിൽ ക്യാമറകൾ നിരത്തി വച്ചിരിക്കുന്നില്ല, ആ ക്യാമറകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അതിൽ വിശദാംശങ്ങൾ എടുക്കാൻ സാധിക്കില്ല എന്ന് ചോദ്യം വരുന്ന സമയത്താണ് പോലീസ് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിയ ക്യാമറകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നൊരു റിപ്പോർട്ട് സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് പോലീസ് കൈമാറിയത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ അഴിമതി ഉണ്ടായി എന്നൊരു ആരോപണം ഇപ്പോൾ പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും ഒരുപോലെ ഓരോ ഇടവേളകളിലും അതിൻ്റെ കമ്മീഷൻ പറ്റി ഈ നിർമ്മാണ പ്രവർത്തനത്തെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് പോയി എന്ന ഒരു ആരോപണമാണ് ഇപ്പോൾ ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ക്യാമറകളുടെ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ സ്മാർട്ട് സിറ്റി പ്രവർത്തനത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലുമെല്ലാം തന്നെ കാര്യമായ രീതിയിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 മാസം മുമ്പാണ് തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. ആ ഉദ്ഘാടനം പോലും വലിയ വിവാദമായിരുന്നു.